ഏറ്റെടുത്തു ഞാൻ പാദനിഷ്ടം നിറവേറ്റുമേ. ഞാൻ പിന്തുടർന്നിടും, ഞാൻ പിൻഗമിച്ചിടും എന്നുടെ ജീവിതയാത്രയിൽ. ഈ വരൂപിൽ ചൂടതേക്കുമ്പോ കഞ്ചിറകനിക്കു വിശ്രമം. ഈ വരൂപിൽ ചൂടതേക്കുമ്പോ കഞ്ചിറകനിക്കു വിശ്രമം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 40-ാം സങ്കീർത്തനം 12-ാം വാക്യം. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. ദാവീദ് തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഈ വാക്യത്തിലൂടെ വിവരിക്കുന്നുണ്ട്. ഒന്ന്, പുറത്തു നിന്നുള്ള കഷ്ടപ്പാടുകളാണ്. എണ്ണാനാവാത്ത കഷ്ടപ്പാടുകൾ തന്നെ വലയം ചെയ്യുന്നു. തനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളാൽ താൻ വലയം ചെയ്യപ്പെട്ടതായി ദാവീദ് ഇവിടെ വിവരിക്കുന്നുണ്ട്. 2, ഉള്ളിൽ നിന്നുള്ള പാപമാണ്. എൻ്റെ പാപങ്ങൾ എന്നെ മറികടന്നിരിക്കുന്നു എന്നാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. ദാവീദ് തൻ്റെ വ്യക്തിപരമായ പാപങ്ങൾ സമ്മതിച്ച് ഏറ്റുപറയുന്നു. 3, വൈകാരികവും ആത്മീയവുമായ ക്ഷീണമാണ്. തൻ്റെ ഹൃദയം ഉള്ളിൽ തളരുന്നു. ഭാരം തൻ്റെ കാഴ്ചയും തൻ്റെ ധൈര്യത്തെയും ബാധിക്കുന്നു എന്ന് ദാവീദ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നു. ദാവീദ് ഈ വാക്യത്തിലൂടെ താൻ അനുഭവിക്കുന്ന കുറ്റബോധവും ഭയവും അമിതഭാരവും നിരാശയും പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, കഷ്ടതകൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചുകൊണ്ടല്ല. പരാജയങ്ങൾ സംഭവിക്കുന്നത് ദൈവിക സഹായങ്ങളിൽ നിന്ന് നമ്മെ അകറ്റുന്നുമല്ല. എന്നാൽ വിലാപത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മുടെ നിലവിളി കേട്ട് അവൻ നമ്മെ സഹായിക്കും. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ മടക്കിക്കൊണ്ടുവരുവാൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒരു മുഖാന്തരമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കഷ്ടതകൾ അമിതഭാരമുള്ളതായി തോന്നുമ്പോഴും നിന്നെ തള്ളിക്കളയാതെ നിൻ്റെ അരികിലേക്ക് അടുത്തു വരുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.